അപ്പൊ ശ്രദ്ധിക്കുക, ഒരായുധവും ഫലിക്കത്തില്ല. ഇവിടെ ദാവീദ് പറഞ്ഞു അവൻ പ്രാകട്ടെ, അവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, അവൻ പ്രാകട്ടെ. അങ്ങനെ ദാവീദ് പിന്നെയും മുമ്പോട്ട് ഓടി ഓടി യോർദാൻ കടവിൽ വന്നു. പക്ഷേ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. യോർദാൻ കടവിൽ ദാവീദ് എത്തി. അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ അർഖ്യനായ കൂശായി യെരൂശലേമിൽ വന്നു. അപ്പൊ അർഖ്യനായ കൂശായി യെരൂശലേമിൽ വന്ന ഈ അബ്ശാലോമും കൂശായും കൂടെ കണ്ടു. അപ്പൊ കൂശായി അബ്ശാലോം കൂടെ കണ്ടപ്പോ കൂശായി പറഞ്ഞു, അബ്ശാലോം കുമാരാ ജയ 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 വന്ദനം ചൊല്ലി. പണ്ടൊക്കെ പെന്തിക്കോസുകാർ കാണുമ്പോ അങ്ങനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഓറി. ഇപ്പൊ പിന്നെ അതൊന്നും ഇപ്പൊ പിന്നെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പണ്ടൊക്കെ ഹല്ലേലൂയ പറയുമായിരുന്നു. വടി വെച്ച് കണ്ടാലും വണ്ടിയെ വെച്ച് കണ്ടാലും ബസ് സ്റ്റോപ്പിൽ നിന്നാലും തമ്മിൽ ഹല്ലേലൂയ. നമ്മുടെ കുമ്പനാട്ടുണ്ടായിരുന്ന അച്ഛാ സൈക്കിളിൽ വരുന്നേ, പേരും മറന്നു, അലിച്ചാനോടെ പോയി. ആ നമ്മുടെ കുമ്പനാട്ട് സൈക്കിളിൽ വരുന്നേ OP പണ്ടുണ്ടായിരുന്ന ഇല്ല, പേരും മറന്നു പോയി. കുഞ്ഞുട്ടിച്ചാൻ. സ്തോത്രം. നമ്മുടെ കുറവക്കാല പാപ്പിച്ചാനും എന്നെ കാണുമ്പോൾ ഹല്ലേലൂയ പറയുമായിരുന്നു. പഴയ ആൾക്കാരില്ല അങ്ങനെ. ഇപ്പം പിന്നെ അങ്ങനൊന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. യോഗത്തിന് നിന്നൊരു ഹല്ലേലൂയ പറയുന്നില്ല, പിന്നെ വഴി വെച്ച് കണ്ട ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് വന്ദനം ചൊല്ലി, അബ്ശാലോം കുമാരാ ജയ ജയ ജയ. അപ്പൊ അബ്ശാലോം ചോദിച്ചേട്ടാ, നീ എൻ്റെ അപ്പന്റെ സ്നേഹിതനല്ലേ? അതെ. അപ്പൊ എൻ്റെ അപ്പനാകുന്ന നിന്റെ സ്നേഹിതന് ഒരനർത്ഥം വരുമ്പോൾ നീ അങ്ങോട്ടല്ലേ പോകണ്ടേ, നീ പിന്നെ ഇങ്ങോട്ട് വന്നത്? അപ്പൊ കൂശായി പറഞ്ഞു, ഇസ്രായേലും ദൈവവും ആരെ രാജാവാക്കും, അവരുടെ കൂടെ ഞാൻ നിൽക്കും. ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ഈ അബ്ശാലോം കൂശായിയെ പിടിച്ച് ചേർത്ത് നിർത്തി. സമയം അങ്ങോട്ട് അടിഞ്ഞു നീങ്ങി. അതാ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയത് അഗീതോബൽ പയ്യ രംഗത്ത് വന്നു. അഗീതോബലിന്റെ രണ്ടാമത്തെ ആലോചനയാണ്. ആദ്യം പുള്ളി ഒരു ആലോചന പറഞ്ഞു 16-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അത് പൊതുവിൽ വായിപ്പിക്കുന്നില്ല. ഇവൻ പൂള് വെച്ച് കൊടുത്തു. നിന്റെ അപ്പനും നീയും കൂടെ കൊമ്പാന്ന് നാട്ടുകാരറിയണം. അപ്പോൾ ചോദിച്ചു അതിനെന്നാ അനുപോകുമ്പോഴുണ്ട്, നീ വെൺമാടത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. അപ്പം പൂള് വെച്ച് കൊടുത്തു, നീ വെൺമാടത്തിൽ കയറിക്കോളാൻ പറഞ്ഞു. നാട്ടുകാർ മുഴുവൻ കാണട്ടെ. അബ്ശാലോമിനെ പറഞ്ഞു വെൺമാടത്തിലോട്ട് വിട്ടു. അത് ഒന്നാമത്തെ പൂള. രണ്ടാമത്തെ പൂളാണ് 17-ാം അധ്യായത്തിൽ. ഇന്ന് രാത്രി 12,000 പേരെ തിരഞ്ഞെടുത്ത് ഞാൻ ദാവീദിനെ പിന്തുടരും. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവന്റെ കൂടെയുള്ള ജനമെല്ലാം ഓടും. ദാവീദ് ഒറ്റപ്പെടും, ഞാൻ അവനെ വെട്ടും. ഇതാണ് അഗീതോബലിന്റെ ആലോചന. ആലോചനയ്ക്കകത്ത് 3-4 പാഠമാണ്. 1 പിന്തുടരും, 2 ഭ്രമിപ്പിക്കും, 3 ഞാൻ ദാവീദിനെ വെട്ടും, ജനമെല്ലാം ചിതറും. അപ്പൊ പിന്തുടരും, ഭ്രമിപ്പിക്കും, ജനത്തെ ചെതറിപ്പിക്കും, ദാവീദിനെ വെട്ടും. ഇതാണ് അഗീതോബലിന്റെ ആലോചന. സ്തോത്രം. ദാവീദിനെ ഒരു വെട്ട് വെട്ടിയാൽ മതിയല്ല, എന്നാലും മൊത്തം ചെതറി. ഒരൊറ്റ വെട്ട്, പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരൊറ്റ വെട്ട് വെട്ടിയാൽ മതി. കൂടെയുള്ള ജനമെല്ലാം ചെതറും, എല്ലാം ഭ്രമിക്കും. സ്തോത്രം. പക്ഷെ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരുന്നുകൊണ്ട് ആരും ഭ്രമിച്ചില്ല. അത് കർത്താവ് നേരത്തെ കണ്ടത് കൊണ്ടാ 5 ആഴ്ച മുമ്പ് ദൈവം വെളിപ്പാട് തന്നേച്ച് പറഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് വെട്ടേറ്റില്ല. സ്തോത്രം, സ്തോത്രം. ഏക്കാൻ വേണ്ടി ആ സാറ്റർഡേ തന്നെ വെട്ടിയത്. സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് മനസ്സില്ല. ഞാൻ ശനി, ഹിന്ദിയിൽ എങ്ങനെയാ പറഞ്ഞത്? ശനിവാർ. അപ്പോൾ ഹിന്ദി ഒരു ഇംഗ്ലീഷ് ഒരു മലയാളം ഇരിക്കാം. ശനിയാഴ്ച ഒരു 5 മണി ആയപ്പോൾ ഒറ്റ വെട്ടിയപ്പോൾ ഓർത്തത് ജനമെല്ലാം ചെതറും, ഭ്രമിക്കും, ഓടിപ്പോകും. സൺഡേ ഇവിടെ ആരും വരികയല്ല. പക്ഷെ ആ സൺഡേ ആള് കൂടി.
കാരണം മറ്റൊന്നുമല്ല, ഓടിപ്പോയപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ ആലോചനയെ വ്യർത്ഥമാക്കണം. ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതന് വിരോധമായി, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതന് വിരോധമായി, ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി അവൻ ആരാലോചന പറഞ്ഞാൽ അതിനെ അബദ്ധമാക്കാൻ കഴിവുള്ളവൻ ആ ദൈവം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പൊ അഗീതോവന്റെ ആലോചന ഒന്ന് ഞാൻ പിന്തുടരും. പിന്തുടരും. ഇതിപ്പം നിങ്ങൾ ഓർക്കുന്ന കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പിന്തുടരുന്നതാണ്, അല്ലല്ലോ, വർഷങ്ങളായിട്ട്. പിന്നെ നിങ്ങൾ ഓർക്കുന്ന 4-ാം നാളെങ്ങാണ്ട് ഏറ്റതാ. സ്തോത്രം. ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അതില് വേറൊരു സഹോദരൻ പറഞ്ഞു 1.5 വർഷം മുമ്പ്, അത് വേറൊരു വിഷയം. പിന്തുടരുക, പിന്തുടരുക. എന്നോട് ചിലർ പറഞ്ഞത് ഇനിയൊന്നും സംസാരിക്കേണ്ടത്, അതിൻ്റെ നിയമം പഠിച്ചവർ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ല. അവർ പറയും പോലെ ഇനി ഒക്കൂ. സ്തോത്രം. നമ്മളിനിയിപ്പം സംസാരിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും അപാകത വന്നെങ്കിൽ അപ്പം അതുകൊണ്ട് അവർ അതിൻ്റെ വകുപ്പുകളും നിയമം അറിയാവുന്നവർ പറയുന്നതനുസരിച്ചായിരിക്കും ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും അത് ഞാൻ പറയണ്ട. തങ്കച്ചാൻ പറ, എന്തായാലും പറ. ഒന്നും മിണ്ടുന്നില്ല. തങ്കച്ചാൻ എന്നാ പറഞ്ഞത്? പാവം, അങ്ങേര് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ അത് മതി, അത് മതി. ഇതാണ് അഗീതോബലിന്റെ ആലോചന. ഞാൻ പിന്തുടരും, പിടിക്കും. സ്തോത്രം. ഭ്രമിപ്പിക്കും, ജനമെല്ലാം ചെതറി ഓടും. അപ്പൊ ദാവീദ് ഒറ്റപ്പെടും, സൂക്ഷം വെട്ടു. ഇതാണ് അഗീതോബലിന്റെ ആലോചന. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ആലോചനയെല്ലാം അഗീതോബൽ പറഞ്ഞ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ അബ്ശാലോമും ആൾക്കാരും എല്ലാം ആലോചന കേട്ട് ബലപ്പെട്ടു. നമ്മുടെ പെന്തിക്കോസ് ശൈലി പറയാം, അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശൈലി. ആലോചനയെല്ലാം പറഞ്ഞ് പുള്ളിക്ക് ഒരു കൈമടക്കൊക്കെ കൊടുത്തു. ആട്ടെ ബ്രദറെ, ഇനിയും വിളിക്കുമ്പോഴും വന്ന് ആലോചന. ഇങ്ങനെല്ലാം അങ്ങോട്ട് പോയി. ആലോചന അങ്ങോട്ട് പറഞ്ഞു ബലപ്പെട്ട് കഴിഞ്ഞപ്പം ഈ അബ്ശാലോം പറഞ്ഞു, അഗീതോബൽ ആലോചന പറഞ്ഞു ശരിയാ, പക്ഷെ നമുക്ക് ഹൂശായി വന്നിട്ടുണ്ടല്ലോ, ഹൂശായിയുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാം. എന്നാ ഹൂശായിയെ വിളിക്കാൻ പറഞ്ഞു. ഈ എല്ലാവരുടെ കൂടി നിന്ന് ഗൂഢതന്ത്രം മെനഞ്ഞുകൊണ്ടാണ് ഇത് കുഴഞ്ഞത്. ഒരുത്തനായിരുന്നു എങ്ങനെയും പിന്നെയും കയറി വരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു ഹൂശായി അടുത്ത കാലം വരെ ദാവീദിന്റെ കൂടെ ആയിരുന്നു, പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പൊ ദാവീദിന്റെ കൂടെ ഇല്ല. അപ്പൊ നമുക്ക് ഹൂശായിയും കൂടെ ഉണ്ടെ ഹൂശായിയെ വിളിച്ചു. ഹൂശായി കൊണ്ടുവന്ന് ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക വന്നപ്പോൾ അബ്ശാലോ ഹൂശായിയോട് 5-ാം വാക്യം വായിച്ചേ, 17:5. എന്നാൽ അബ്ശാലോം അർഖ്യനായ ഹൂശായിയെ വിളിക്കുക, അവന്റെ അഭിപ്രായം കൊണ്ട് നമുക്കൊന്ന് കേൾക്കാമല്ലോ. ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്ശാലോം ഹൂശായിയോട് അഗീതോബൽ ഇന്ന പ്രകാരം എല്ലാം പറഞ്ഞു, അതുപോലെ ചെയ്യണോ അല്ലെങ്കിൽ നീ പറയാൻ പറഞ്ഞു. അപ്പൊ ഹൂശായി എന്നാ പറഞ്ഞേ? ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞത്, അഗീതോബൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന അവൻ വെച്ചു കൊടുത്തു. അഗീതോബൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയി കരടിയെ പോലെ ഉഗ്രമാനസനമാകുന്നു. നിന്റെ അപ്പൻ നല്ല യോദ്ധാവാകുന്നു. അവൻ ജനത്തോടു കൂടെ രാപാർക്കത്തില്ല. അവനിപ്പോൾ വല്ല മലയിലോ ഗുഹയിലോ വല്ലോ ആയിരിക്കും. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരി മഹാസംഹാരമുണ്ടായത് ഇസ്രായേൽ മക്കൾ എല്ലാവരും അറിയും. അപ്പോൾ സിംഹഹൃദയമുള്ള ശൂരനും കൂടെ ആ ശേഷം ഉരുകിപ്പോകും. എനിക്ക് ഈ ഭാഗത്തൊക്കെ നിന്ന് 5 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ പറയാം ഞങ്ങൾ രാവിലെ മുതലേ ഇത് കേട്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം. ഈ ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്ശാലോം ചോദിച്ചു, അഗീതോബൽ ഇന്ന പ്രകാരം ആലോചന പറഞ്ഞത്, 1 പിന്തുടരും 12,000 പേരെ എടുത്ത്, 2 ഭ്രമിപ്പിക്കും, 3 ജനമെല്ലാം കൂടെ ചെതറി ഓടും, 4 ദാവീദിനെ വെട്ടും. പുള്ളി അതാ പറഞ്ഞേക്കുന്നത്. നിന്റെ അഭിപ്രായം എന്നാ? അപ്പൊ ഈ ഹൂശായി ദാവീദിന്റെ അടുക്ക് വന്ന അബ്ശാലോമിന്റെ അടുക്കെന്ന് പറയാ, അഗീതോബൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നായി. ഇത് പറഞ്ഞ നിന്റെ അപ്പന്റെ കാലം മുതലേ പുള്ളി ആലോചന പറഞ്ഞോണ്ട് എല്ലാം പച്ചലയും കത്രികയും പോലെ, പക്ഷെ ഇത് തെറ്റി. ഈ വിഷയത്തിൽ തെറ്റി. സ്തോത്രം. പിടിച്ച കൊമ്പ് മാറിപ്പോയി. ഈ വിഷയത്തിൽ തെറ്റി.
മറ്റു വിഷയം അതൊന്നും എനിക്കറിയത്തില്ല. ഈ വിഷയത്തിൽ തെറ്റി. എങ്ങനെ തെറ്റി? ഇതുവരെയും ആ വീഡിയോ ഒന്ന് കാണുന്നില്ല. ഇത് തെറ്റി. ആ ആധാരത്തിന്റെ കോപ്പി ഇതുവരെ ഒരാഴ്ചയായി. ഇതിൽ തെറ്റി. $15,000 ചോദിച്ച് മേടിച്ചെന്ന് പറഞ്ഞ ആരും ഇതുവരെ രംഗത്തും അതിലും തെറ്റി. ഇന്ന ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു, അതും തെറ്റി. ഈടവനാണെന്ന് എവിടെയോ പറഞ്ഞു, അതിന് ഒരു തെളിവ് ഇതുവരെ, അതും തെറ്റി. ഇനി എന്നാ തെറ്റാൻ? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അഖിലബാൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അതിന്റെ കാരണം പുള്ളി പറഞ്ഞു, ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അവൻ കുടുംബപ്രവാചകനാ. അതല്ലേ 15-ാം അധ്യായത്തിന്റെ 12-ാം വാക്യവും 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഒന്ന് കുടുംബപ്രവാചകൻ, 2 സ്വന്തം മന്ത്രി. വായിച്ചേ 15, 12, 16, 23 വേഗത്തിൽ. ആ ദാവീദിന്റെ മന്ത്രി. അപ്പൊ ഈ അഖിതോഫേൽ മന്ത്രിയാ. ഇനി 16, 23. അപ്പൊ ഇത് രണ്ടും വായിക്കുമ്പോ ഒന്ന് മന്ത്രിയും 2 കുടുംബത്തിന്റെ ഉപദേഷ്ടാവാ. അബ്ശാലോമിനും ദാവീദിനും അഖിതോഫേലിന്റെ ആലോചനയല്ല ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹൂശായി പറഞ്ഞ് അതൊക്കെ നല്ലതാ, പക്ഷെ ഇത് തെറ്റി. ഈ കേസ് പിടിച്ച് തെറ്റിപ്പോയി. അതിനാ പറയാം, അഖിതോഫേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അതിനാ പറയാം, എടാ നിന്റെ അപ്പനും അവന്റെ ആടുകളും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും. അങ്ങനല്ലയോ സിസ്റ്ററെ? അല്ലല്ലോ, വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. അർഗനായ ഹൂശായി. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രസന്മാരുമായിരുന്നു. ഉഗ്രമാനസൻ എന്ന് പറഞ്ഞാൽ ഹൂശായി പറഞ്ഞു തരാം, നീ എല്ലാരെയും തൊട്ടതുപോലെ തൊട്ട സ്ഥലം മാറി. കാരണം നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാ. സ്തോത്രം. എടാ പോട്ടാ, നീ ഉദ്ദേശിക്കും പോലെ അല്ല ദാവീദ്. അവന്റെ കൂടെയുള്ളവരും. ഇവിടെ ഹെബ്രോൻ സഭയുടെ പ്രത്യേകത അവൻ അടിയും കേസും മടക്കുമല്ല, പ്രാർത്ഥനയാണ്. ഏത് വിഷയം വന്നാലും ദൈവസന്നിധിയിൽ മുടങ്ങാനും അടക്കും. ഇവിടെ ആരാധനയാ വിഷയം, പ്രാർത്ഥനയാ വിഷയം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലം ആത്മീക ബലമാ. യഹോവയാകുന്ന യാഗാ നമ്മുടെ ബലം. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാ. നമ്മുടെ ബലം ആത്മബലമാ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ശക്തിയാലത്തെ. സൈന്യത്താലും ഓ ദൈവത്തിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാ. നീ ആളും തരം പറഞ്ഞു വേണം കളിക്കാൻ. നിന്റെ അപ്പനും അവന്റെ ആളുകളും. ദാവീദിന്റെ വീരന്മാരെ പറ്റി എഴുതിയിരിക്കുന്നത് അവര് ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും കല്ലെറി വന്ന. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും അത്ര മിടുക്കന്മാരാ. ഈ വലങ്കൈ വശമുള്ളവന് വലങ്കൈ കൊണ്ടേ ഒക്കുള്ളൂ. ഇടങ്കൈ വശമുള്ളവന് വലങ്കൈയും വശവാ. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും അമ്മമാര് കല്ലെറി. ദാവീദിന്റെ കൂടെ ഉള്ളവന്മാര്. വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അവര് സിംഹമുഖന്മാരെന്ന.
വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം ആദ്യം വായിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം. കീശന്റെ മകനാകുന്ന ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്ത് സിക്ലാഗ് ചെല്ലുമ്പോൾ അവന്റെ അടുക്കൽ വന്നവർ അവരുടെ വീരന്മാരുടെ കൂട്ടത്തിൽ ദാവീദിന് യുദ്ധത്തിൽ തുണ ചെയ്തു. അടുത്ത വാക്യം. അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിയുവാൻ വില്ല് കൊണ്ട് അമ്പ ചെയ്യാനും ഈ ടൈപ്പ് സാധനമാ ദാവീദിന്റെ കൂടെ. അതുകൊണ്ട് എന്റെ കുഞ്ഞ നീ ഉമ്മ കൊണ്ട് സ്തോത്രം. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും കല്ലെറിയും. മതിയല്ലോ. മാത്രമല്ല 7-ാം വാക്യത്തിൽ അവർ സിംഹമുഖന്മാരെന്നാ 12-7 മുതൽ വായിച്ചേ. വായിച്ചോ. പരിചയം കൊണ്ട് നമ്മുടെ പ്രാപ്തികളുടെ പുരുഷന്മാരും ഗാദ്യരെ പിരിഞ്ഞ് ദുർഗത്തിൽ അവന്റെ അടുക്ക വന്നു. അടുത്ത വാക്യം. അവർ സിംഹമുഖന്മാരെന്നാ. മതി. ഇവർ നല്ല സിംഹമുഖന്മാരാ. ഈ PG മാത്യു സാറിന്റെ അമ്മാവിയപ്പൻ MT മാത്യു അവർകൾ എൻ്റെ അധ്യാപകനാണ്. മൈക്ക് മത്തായിച്ചൻ എന്ന് പഴയ ആൾക്കാർ വിളിക്കും. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളെ വചനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മ വന്നു. സിംഹമുഖന്മാര്. അദ്ദേഹം പറഞ്ഞത് ഞാൻ കടമെടുക്കുക. ഈ ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ടപ്പോൾ ദാനിയേലിന്റെ മുഖവും സിംഹമുഖമായെന്ന്. അപ്പോൾ അവിടെ കിടന്ന സിംഹം ചെന്ന സിംഹത്തെ കണ്ട് സ്തോത്രം പേടിച്ചു. എല്ലാവരെയും വലിച്ച് സിംഹത്തിൻ്റെ ഇടയിട്ട പോലെ പ്രാർത്ഥിക്കുന്നവനെ പിടിച്ച് ദാനിയേലിനെ എടുത്ത് അങ്ങോട്ട് ഇടുമ്പോൾ പുള്ളിയുടെ മുഖം സിംഹമുഖം പോലായി. അപ്പോൾ അവിടെ നേരത്തെ കിടന്ന സിംഹമല്ല, അമ്മ പുതിയ പുള്ളി വരുന്നെന്ന്. അമ്മരുടനെ അതൊക്കെ അപ്പോൾ ചോദിച്ചില്ല എവിടെ നിന്ന് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. എങ്ങനെയാ പ്രാർത്ഥിച്ചേച്ച് വന്നത്. അപ്പോൾ ചോദിച്ചു ആരാ നേതാവ്. അത് നേതാവ് ആമേ സ്തോത്രം. ഏറ്റവും വലിയ സിംഹം അങ്ങുണ്ട്. യഹൂദാഗോത്രത്തിന്റെ സിംഹം. യഹൂദാഗോത്രത്തിന്റെ സിംഹമാണ് ഇങ്ങോട്ട് അയച്ചു. സ്തോത്രം. നമ്മളെ എനിക്കൊന്ന് കേബ്രാമിന്റെ അനിയനാണോ ആരാണൊരു പാട്ട് എഴുതിയല്ലോ. ദാവീദ് ഗോത്രത്തിൻ അവരെങ്ങാണ്ട് എഴുതിയല്ലേ. കുറെ നാള് റൂഡല്ലായിരുന്നു. പറ ആരെഴുതിയാ? കേബ്രാം എഴുതിയാണോ? അദ്ദേഹത്തിന്റെ അനുജന്. നല്ല പാട്ടാണ്. ദാവീദ് ഗോത്രത്തിൻ സിംഹമാ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോരേ. ദാവീദ് ഓ ദാവീദ് ഗോത്രത്തിൻ സിംഹമായോരേ. ഓ നീ അപ്പൊ ഇവരുടെ വിശേഷത ഇവർ സിംഹമുഖന്മാരാ. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും യുദ്ധം ചെയ്യുന്നവരാ. കല്ലെറിയും. ഇനി ഒത്തിരി ഉണ്ട്. ഒരു വീരൻ നല്ല